ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലം. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ജൂൺ മാസത്തിൽ വളരെയധികം നേട്ടങ്ങളും അതുപോലെ തന്നെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രാശി മാറുന്നു. അത് ഉച്ചരാശിയിലേക്കാണ് വരുന്നത്. 3-ാം ഭാവമായതിനാൽ ചില കാര്യങ്ങൾക്കെങ്കിലും വളരെ ഗുണകരമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും അത്ര തൃപ്തികരമായിരിക്കുകയുമില്ല. രാശിയിൽ അവിടെ ആദിത്യൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. കേന്ദ്രാധിപത്യ ശുഭത്വമുള്ള ആദിത്യൻ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ ശുക്രഗ്രഹം ധനസ്ഥാനാധിപനായ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ബുധനും ശുക്രനും ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ധനപരമായ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുവാൻ വേണ്ട രീതിയിലുള്ള തൊഴിൽ പുരോഗതികളൊക്കെ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് ശരീരം പൊതുവെ ചൂടാകുന്നതിനൊക്കെ സൂചനയുണ്ട്. വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ വർദ്ധിക്കാതെ. ഭക്ഷണത്തിൽ തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അധിക എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. അതൊക്കെ ഈ മാസം ഈ ഇടവം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. സഹോദര സ്ഥാനീയർക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ വളരെ അഭിവൃദ്ധിയൊക്കെ ഉള്ള സമയമാണ്. നല്ല സുഹൃത്തുക്കൾ വന്നു ചേരും. അതായത് അഭിവൃദ്ധിയുള്ള സുഹൃത്തുക്കളൊക്കെ വന്നു ചേരുക. സുഹൃത്തുക്കൾ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സഹോദര സ്ഥാനീയർക്കും അതിൻ്റേതായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പരസ്പരം സഹായിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹവും ഒക്കെ ആയിട്ട് കുടുംബത്തും ഒക്കെ സൗഹാർദ്ദപരമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതാണോ അത് വിജയത്തിലെത്തിച്ചേരും. അത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായാലും, ഒരു സ്ഥാപനം നയിച്ചു കൊണ്ടുപോകുന്നവരായാലും, ഗവൺമെൻറ് ജോലിക്കാരായാലും, ഓർഡർ ഇടുവാൻ അതായത് കമാൻഡിങ് പവറുള്ള ഓഫീസേഴ്സ് ആയാലും, മറ്റ് വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും, രാഷ്ട്രീയക്കാർക്കും, സമുദായ സംഘടനകൾ നേതാക്കൾക്കും, അങ്ങനെയുള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ്. അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും സാഹിത്യകാരന്മാരായിരിക്കുന്നവർക്കും അനുകൂലമാണ്. കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് സംഗീത വാസനയൊക്കെ ഉള്ളവർക്ക്, പഠിക്കാൻ പോകുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, സംഗീത കല തൊഴിലായിട്ട് എടുത്തിരിക്കുന്നവർക്കൊക്കെ, അതുപോലെ തന്നെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സാഹിത്യരചനയുമായി ബന്ധപ്പെട്ട് ഒക്കെ നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരുക. സാഹിത്യകാരന്മാർക്ക്, അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, അതുപോലെ തന്നെയാണ് മറ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളായാലും മറ്റ് രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ ട്യൂഷൻ നടത്തുന്നവർക്കും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് 4-ാം ഭാവമാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അവിടെ കേതു എന്ന് പറയുന്ന ഒരു പാപഗ്രഹം നിൽക്കുന്നു. അതുകൊണ്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാതാപിതാക്കളുമായിട്ടും മക്കളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാതെ ഈ നക്ഷത്രക്കാർ വളരെ സംയമനം പാലിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ടായാലും. പൊതുവെ ദാമ്പത്യ ജീവിതം സംതൃപ്തികരമായി. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ ഭാഗ്യവും ദൈവാധീനവും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും.
അതിനൊക്കെയുള്ള യോഗമുണ്ട്. വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. കൂടെ അവിടെ ശുക്രനുമുണ്ട്. അത് 5ാം ഭാവത്തിൻ്റെ കൂടി അധിപനായിരിക്കുന്നതിനാൽ അലസത വിട്ട് പഠനത്തിൽ അധിക സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ല മാർക്കോടുകൂടിയൊക്കെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ, മറ്റ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ഒക്കെ വിജയിക്കുവാൻ യോഗമുണ്ട്. അത് സ്വന്തം നാട് വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയായാലും സ്വന്തം നാട്ടിൽ തന്നെ PSC പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. തൊഴിൽ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ഉള്ള സഹപ്രവർത്തകർ, മേലധികാരികളാകാം, കീഴ് ജീവനക്കാരാകാം, ഇടപാടുകാരാകാം, അവരോടൊക്കെ വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ ഇടപെടുവാൻ വളരെ ശ്രദ്ധിക്കണം. വിഘടനവാദിയായിരിക്കുന്ന രാഹു തൊഴിൽ സ്ഥാനത്ത്, അത് ഉപജീവനത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഉപജീവനത്തിന് തടസ്സമുണ്ടാകുവാൻ സൂചനയുണ്ട്. അപ്പോൾ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ഏർപ്പെടുന്ന കാര്യത്തിന് ഇല്ല എങ്കിൽ അത് പെട്ടെന്ന് ജോലിയൊക്കെ വേണ്ടെന്ന് വെക്കുക. ചില ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്, പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കൊണ്ട് അരിശം വന്നപ്പോൾ ചേരാൻ പറ്റാതെ വരും എന്ന് വിചാരിച്ച് പെട്ടെന്ന് ജോലി രാജിവെച്ചു. പിന്നെ ഉപജീവന മാർഗം മുട്ടി, പിന്നെ ഉടനെ ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ ജോലി കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അറിയാമല്ലോ. അതേ ശമ്പളത്തിലൊക്കെ പിന്നെ കിട്ടുക, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൊഴിൽ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ആദായങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ്. ആർക്കിടെക്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണവും വ്യാപാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിരിക്കുന്ന നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു മാസമാണ്. അവസരങ്ങൾ പാഴാക്കാതെ ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് വീട്ടമ്മമാരായിരിക്കുന്നവർക്കും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ഐശ്വര്യപൂർണമായ മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ആവശ്യം ഉള്ളവർ, വിവാഹ തടസ്സമായാലും സന്താന തടസ്സമായാലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായാലും സന്താന ഭാഗ്യത്തിനായിട്ടുള്ളതായാലും രോഗാവസ്ഥകൾക്കോ ഒക്കെ ജാതകം നോക്കി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി പരിഹാരം നിശ്ചയിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.